ഓക്കെ, നമ്മുടെ നെറ്റ് എക്സാമിന്റെ പേപ്പർ ടൂവിനകത്തെ പാർട്ട് 1 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ചാപ്റ്റർ 4 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 5 തൊട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അഞ്ചാമത്തെ ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡ്സ്, റെക്കോർഡ് ഫോർമാറ്റ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അതിനകത്ത് പറയുന്നതാണ് ISBDയെ കുറിച്ച് പറയുന്നുണ്ട്, മാർക്ക് 21നെ കുറിച്ച് പറയുന്നുണ്ട്, CCFനെ കുറിച്ച് പറയുന്നുണ്ട്, RDയെ കുറിച്ച് പറയുന്നുണ്ട്, ബിബ് ഫ്രെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുന്ന ആദ്യം ഈ 5, 6, 7-നകത്ത്, അതായത് ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡിന്റെ ഫോർമാറ്റിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ പറയുന്ന 5-ൽ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ആറാമത്തെ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴുള്ള ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ മെറ്റാഡേറ്റയുടെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് ചാപ്റ്റർ 7-ൽ പറയുന്നത്. അപ്പൊ ഇതിന് ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ നമ്മൾ ചാപ്റ്റർ 5-ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം പറയുന്നത് എന്താണ്? ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡ്സിന്റെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, എന്താണ് സ്റ്റാൻഡേർഡ്സ്? വാട്ട് ഈസ് സ്റ്റാൻഡേർഡ്സ്? അപ്പോൾ ബിബ്ലിയോഗ്രാഫിക് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ റിസോഴ്സുകൾ ഈസി ആയിട്ട് വീണ്ടെടുക്കാനും അത് ഷെയർ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വേ ഇവിടെ പറയുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡൈസ്ഡ് വേക്കാണ് എന്തെന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ്സ് ഫോർ ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ബിബ്ലിയോഗ്രാഫിക് സ്റ്റാൻഡേർഡ്സ് എൻഷുവർ കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് വേസ് ഓഫ് ഡിസ്ക്രൈബിംഗ് റിസോഴ്സസ് ഫോർ ഈസി റിട്രൈവൽ ആൻഡ് ഷെയറിംഗ്. അപ്പം ഇതിനകത്ത് കീ സ്റ്റാൻഡേർഡ്സ് പ്രധാനമായിട്ടും വരുവാണെങ്കിൽ ഒന്നാണ് ISBD. എന്താണ് ISBD എന്ന് പറഞ്ഞാൽ? ദിസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ബിബ്ലിയോഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് എന്തെന്ന് പറയുന്നത് ISBD എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ബിബ്ലിയോഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ISBD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ഫോർ ബിബ്ലിയോഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ, അതായത് ബിബ്ലിയോഗ്രാഫിക് ഡിസ്ക്രിപ്ഷനുടെ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഷീൻ റീഡബിൾ കാറ്റലോഗ് അല്ലെങ്കിൽ മാർക്ക്. എന്താണ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഇസ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻ എ സ്റ്റാൻഡേർഡ് മെഷീൻ റീഡബിൾ ഫോർമാറ്റ് ഫോർ ലൈബ്രറി റെക്കോർഡ്. ഒരു ലൈബ്രറി റെക്കോർഡിന് വേണ്ടിയിട്ട്, ലൈബ്രറി റെക്കോർഡ്സിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മാർക്കിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അടുത്തത് വരുന്നതാണ് CCF. CCFന്റെ ഫുൾ ഫോം എന്താണ്? കോമൺ കമ്മ്യൂണിക്കേഷൻ ഫോർമാറ്റ് എന്നാണ് CCFന്റെ ഫുൾ ഫോം. അപ്പൊ എന്താണ്? ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് എക്സ്ചേഞ്ച് ഫോർമാറ്റ് ഫോർ ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡ്. ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് എക്സ്ചേഞ്ച് ഫോർമാറ്റ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്? യുനെസ്കോയാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണ്? CCF ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റ ബിറ്റ്വീൻ ഡിഫറെന്റ് ഇൻഫർമേഷൻ ഏജൻസീസ് ആൻഡ് ലൈബ്രറീസ് ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് കോമ്പാറ്റബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ദർ സിസ്റ്റം. അപ്പം എന്താണ്? ലൈബ്രറീസ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഏജൻസീസിലും അതുപോലെ ലൈബ്രറീസിലും ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുക എന്നുള്ളതാണ് CCFന്റെ പ്രവർത്തനം. CCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ കമ്മ്യൂണിക്കേഷൻ ഫോർമാറ്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? RDA ആണ്. RDAയുടെ ഫുൾ ഫോം എന്താണ്? റിസോഴ്സ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ആക്സസ് എന്നുള്ളതാണ് RDAയുടെ ഫുൾ ഫോം. എന്താണ്? റിസോഴ്സ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ആക്സസ് എന്നുള്ളതാണ് RDAയുടെ ഫുൾ ഫോം. അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ ബിബ്ലിയോഗ്രാഫിക് കാറ്റലോഗിങ്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ ബിബ്ലിയോഗ്രാഫിക് കാറ്റലോഗിങ് ദാറ്റ് റീപ്ലേസ്ഡ് ദ ഓൾഡർ ആംഗ്ലോ അമേരിക്കൻ കാറ്റലോഗ് റൂൾസ്. അതായത് മുമ്പുണ്ടായിരുന്ന AACR2 റീപ്ലേസ് ചെയ്യുന്നു. AACR2 റീപ്ലേസ് ചെയ്തു എന്നുള്ളതാണ് എന്ത്? RDA അല്ലെങ്കിൽ റിസോഴ്സ് ഡിസ്ക്രിപ്ഷൻ ആക്സസിന്റെ പ്രത്യേകത. ഓക്കെ, അതിന്റെ പ്രത്യേകത ഈ RDAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് ഡിസ്ക്രൈബ്സ് വേരിയസ് ടൈപ്പ് ഓഫ് റിസോഴ്സ് ഇൻക്ലൂഡിങ് അനലോഗും ഡിജിറ്റലും ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് എക്സിസ്റ്റിംഗ് ലൈബ്രറി, ഓൺലൈൻ ലൈബ്രറി കാറ്റലോഗിന് കൂടുതൽ കോമ്പാറ്റബിൾ ആണ് RDA അല്ലെങ്കിൽ റിസോഴ്സ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ആക്സസ്. അടുത്ത ഇനി FRBR ആണ്. FRBR നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ താഴെ ലിങ്കിനകത്ത് അതിന്റെ കമന്റ് അതിലിടാം. ഓൾറെഡി കമന്റിനകത്ത് ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്ത ഇനി FRBRന്റെ ഫുൾ ഫോം ആണ് ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഫോർ ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡ് എന്നുള്ളതാണ്. ഇതൊരു കൺസെപ്ച്വൽ മോഡലാണ്. ഇത് ഡെവലപ്പ് ചെയ്ത IFLA ആണ്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ലൈബ്രറി അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ IFLA ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ,
ഏം, അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണ്? അതായത് ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഈ ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻസ് യൂസർ അത് ഫൈൻഡ് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ കാണിക്കപ്പെടുന്നത്, ഈ FRBR കാണുന്നത്. അടുത്ത ബിഫ്രെയിം ആണ്. ബിഫ്രെയിം എന്ന് പറഞ്ഞാൽ ബിബ്ലിയോഗ്രാഫിക് ഫ്രെയിംവർക്ക് ആണ്. അപ്പം ഇത് നോക്കണം, ഈ പറയുന്ന FRBRനൊക്കെ മുമ്പ് ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ഇനി ബിഫ്രെയിം ആണ്. ബിഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫ്രെയിം, ഓക്കെ. ബിഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇതിന്റെ ഫുൾ ഫോം ആണ് ബിബ്ലിയോഗ്രാഫിക് ഫ്രെയിംവർക്ക് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം, ബിബ്ലിയോഗ്രാഫിക് ഫ്രെയിംവർക്ക്. അപ്പം ഇറ്റ്സ് എ ഡേറ്റ മോഡൽ ആൻഡ് വൊക്കാബുലറി ഫോർ ബിബ്ലിയോഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ. അതായത് ബിബ്ലിയോഗ്രാഫിക് ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വൊക്കാബുലറി ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ബിഫ്രെയിമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ലിങ്ക്ഡ് ഡേറ്റ പ്രിൻസിപ്പിൾസുമായിട്ട് ഓൾറെഡി ലിങ്ക്ഡ് ഡേറ്റ പ്രിൻസിപ്പിൾസിനകത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത ആരാന്ന് വെച്ചാൽ ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആണ് ഡെവലപ്പ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ് ലൈബ്രറി ഓഫ് കോൺഗ്രസ് ബിഫ്രെയിം ഡെവലപ്പ് ചെയ്തത്? അതായത് മാർക്ക് ഫോർമാറ്റിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി, അതിൽ മെഷീൻ റീഡബിൾ കാറ്റലോഗ് ഫോർമാറ്റിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരാണ് ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആണ് ഡെവലപ്പ് ചെയ്തത് ബിബ്ലിയോഗ്രാഫിക് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ബിഫ്രെയിം. ഓക്കെ. അടുത്തത് ബിഫ്രെയിം എയിംസ് ടു മേക്ക് ലൈബ്രറി ഡാറ്റ മോർ യൂസ്ഫുൾ ബോത്ത് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ലൈബ്രറി കമ്മ്യൂണിറ്റി. അതായത് ലൈബ്രറി കമ്മ്യൂണിറ്റിക്ക് ഉള്ളിലും ലൈബ്രറി കമ്മ്യൂണിറ്റിക്ക് വെളിയിലും എന്താണ് ലൈബ്രറി ഡാറ്റ മോർ യൂസ്ഫുൾ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബിഫ്രെയിം സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് ഇനി ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡ്സിന്റെ സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു നമ്മൾ സിലബസിനകത്ത് 5ാമത്തെ പോർഷനകത്ത് നമ്മൾ കാണുന്നതെങ്കിൽ 6ാമത്തെ പോർഷനകത്ത് നമ്മൾ കാണുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ്സ് ഫോർ ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അതായത് ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ പറയുന്നത്, ഈ പറയുന്ന 6ാമത്തെ ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണ്? അതിനകത്ത് ആദ്യം പറയുന്നതാണ് ISO 2709. ISO 2709 എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? സിലബസിൽ അത് പറയുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് എ ജനറലൈസ്ഡ് സ്ട്രക്ചർ ഫോർ എക്സ്ചേഞ്ച് ബിബ്ലിയോഗ്രാഫിക് ഡാറ്റ ബിറ്റ്വീൻ സിസ്റ്റം. അതായത് ബിബ്ലിയോഗ്രാഫിക് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതായത് സിസ്റ്റത്തിന് ഓരോ സിസ്റ്റത്തിലേക്ക് വീണ്ടും വീണ്ടും ബിബ്ലിയോഗ്രാഫിക് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ അതിന് പറയുന്ന ഒരു ജനറലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ ജനറലൈസ്ഡ് സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ് എന്തെന്ന് പറയുന്നത് ISO 2709. അടുത്തത് Z39.50. എന്താണ് Z39.50? അതായത് ഇറ്റ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ സെർച്ചിങ് ആൻഡ് റിട്രൈവിംഗ് ഇൻഫർമേഷൻ ഫ്രം ഡേറ്റാ ബേസ് ഓവർ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിന്റെ ഡേറ്റാ ബേസിൽ നിന്നും ഇൻഫർമേഷൻ എങ്ങനെ റിട്രൈവ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് എന്തെന്ന് പറഞ്ഞാൽ Z39.50. അതുപോലെ തന്നെ മറ്റൊരു പ്രോട്ടോകോൾ ആണ് Z39.71. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ബോത്ത് ഫോർ ഫിസിക്കൽ ആൻഡ് ഇലക്ട്രോണിക് റിസോഴ്സസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത മെറ്റാഡേറ്റ സ്റ്റാൻഡേർഡ്സ്, ഇനി നമ്മൾ പറയുന്ന മെറ്റാഡേറ്റ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പം സ്റ്റാൻഡേർഡ് ഫോർ ബിബ്ലിയോഗ്രാഫിക് ഇൻഫർമേഷൻ ആൻഡ് ഇന്റർചേഞ്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് സിലബസിനകത്ത് ISO 2709 പറയുന്നുണ്ട്, Z39.50 പറയുന്നുണ്ട്, Z39.71 പറയുന്നുണ്ട്. അടുത്ത 7ാമത്തത് മെറ്റാഡേറ്റയുടെ സ്റ്റാൻഡേർഡ്സ് ആണ്. 5ാമത്തെ സിലബസ് പാർട്ട് 5നകത്ത് 7ാമത്തെ സെക്ഷനകത്ത് പറയുന്നത്. ചാപ്റ്റർ 5നകത്ത് 7ാമത്തെ സെക്ഷനകത്ത് പറഞ്ഞ മെറ്റാഡേറ്റയുടെ സ്റ്റാൻഡേർഡ്. മെറ്റാഡേറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡേറ്റ എബൌട്ട് ഡേറ്റ, അല്ലെ? ഡേറ്റയ്ക്ക് ഉള്ളിൽ വീണ്ടും ഡേറ്റ വരുന്നതാണ്. അപ്പം എന്താണ് മെറ്റാഡേറ്റയുടെ സ്റ്റാൻഡേർഡ്സിന്? സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ദാറ്റ് എൻഷുർ കൺസിസ്റ്റൻസി ആൻഡ് ഇന്റർഓപ്പറബിലിറ്റി ഇൻ ഹൗ മെറ്റാഡേറ്റ ഈസ് ക്രിയേറ്റഡ്, മാനേജ്ഡ് ആൻഡ് എക്സ്ചേഞ്ച്ഡ് അക്രോസ് ഡിഫറെന്റ് സിസ്റ്റംസ് ആൻഡ് പ്ലാറ്റ്ഫോം. അപ്പം ഡിഫറെന്റ് സിസ്റ്റംസിലും പ്ലാറ്റ്ഫോമിലും എങ്ങനെയാണ് മെറ്റാഡേറ്റ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതെങ്ങനെയാണ് മാനേജ് ചെയ്യപ്പെടുന്നത്, അതെങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്, അതിനും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് റൂൾസ് ആണ് മെറ്റാഡേറ്റയുടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റാഡേറ്റയുടെ സ്റ്റാൻഡേർഡ്സിനകത്ത് നമ്മൾ ആദ്യം നോക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഡബ്ലിൻ കോർ ആണ്. ഡബ്ലിൻ കോർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് വൈഡ്ലി യൂസ്ഡ് മെറ്റാഡേറ്റ സ്റ്റാൻഡേർഡ് ഫോർ ഡിസ്ക്രൈബിംഗ് വെബ് റിസോഴ്സസ്. വെബ് റിസോഴ്സസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റാഡേറ്റ സ്റ്റാൻഡേർഡ് ആണ് ഡബ്ലിൻ കോർ എന്ന് പറയുന്നത്. ഇത് ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്? ഫോക്കസിങ് ഓൺ എസെൻഷ്യൽ എലമെന്റ്സ് ലൈക്ക് ടൈറ്റിൽ, ക്രിയേറ്റർ ആൻഡ് ഡേറ്റ്. ഇതിനകത്തൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് മാർക്ക് 21 ആണ്.
ഓക്കെ. മാർക്ക് 21 എന്ന് പറഞ്ഞാൽ വൈഡ്ലി യൂസ്ഡ് സ്റ്റാൻഡേർഡ് ഫോർ ബിബ്ലിയോഗ്രാഫിക് ഡേറ്റ ഇൻ ലൈബ്രറീസ് അതായത് ലൈബ്രറീസിന്റെ ബിബ്ലിയോഗ്രാഫിക് ഡേറ്റയുടെ ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് മാർക്ക് 21 അല്ലെങ്കിൽ മെഷീൻ റീഡബിൾ കാറ്റലോഗ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിംഗ് ബുക്ക് ആർട്ടിക്കിൾ ആൻഡ് അതർ ലൈബ്രറി മെറ്റീരിയൽ. അടുത്ത ഇനി മെറ്റ്സ് ആണ്. മെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മെറ്റാഡേറ്റ എൻകോഡിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ സ്റ്റാൻഡേർഡ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് മെറ്റ്സ്. മെറ്റാഡേറ്റ എൻകോഡിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ സ്റ്റാൻഡേർഡ്. ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് ഫോർ എൻകോഡിംഗ് ഡിസ്ക്രിപ്റ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സ്ട്രക്ചറൽ മെറ്റാഡേറ്റ ഫോർ ഡിജിറ്റൽ ഒബ്ജക്റ്റ്. ഡിജിറ്റൽ ഒബ്ജക്റ്റിന്റെ എന്താണ് സ്ട്രക്ചറലും ഡിസ്ക്രിപ്റ്റീവും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ എൻകോഡ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ്, എൻകോഡ് ചെയ്യുമ്പോഴുള്ള സ്റ്റാൻഡേർഡ് ആണ് എന്തെന്ന് പറഞ്ഞാൽ മെറ്റ്സ്. അടുത്തതിന് മോഡ്സ്. മോഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റാഡേറ്റ ഒബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻ സ്കീമാണ്. ഇറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഫോർ ഡിസ്ക്രൈബ് ഡിജിറ്റൽ ഒബ്ജക്ട്. അതായത് ഡിജിറ്റൽ ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഡിജിറ്റൽ ഒബ്ജക്റ്റിനെ ഡിജിറ്റൽ ബുക്ക് ഉണ്ട്, ഡിജിറ്റൽ ഇമേജസ് ഉണ്ട്, അങ്ങനെയുള്ള അതർ ഡിജിറ്റൽ ഇമേജസ്, അതർ ഡിജിറ്റൽ റിസോഴ്സ്, ഇങ്ങനെയുള്ള ഡിജിറ്റൽ റിസോഴ്സുകളിലേക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഡിജിറ്റൽ ഒബ്ജക്റ്റുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ മെറ്റാഡേറ്റ ഒബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻ സ്കീം എന്ന് പറഞ്ഞാൽ. അടുത്ത EAD ആണ്. EAD സ്റ്റാൻഡ് ഫോർ എൻകോഡഡ് ആർക്കൈവൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. ഇത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആർക്കൈവ്സ്, അതായത് ആർക്കൈവ്സ്, ലൈബ്രറീസ്, മ്യൂസിയം എന്നിവിടങ്ങളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്ക്രൈബ് യുണീക്ക് പ്രൈമറി റിസോഴ്സസ് ലൈക്ക് പേഴ്സണൽ പേപ്പേഴ്സ് ആൻഡ് കോർപ്പറേറ്റ് റെക്കോർഡ്. ഓക്കെ, അപ്പം കോർപ്പറേറ്റ് റെക്കോർഡ്, അതുപോലെ പേഴ്സണൽ പേപ്പർ, അവയുടെയൊക്കെ എന്താണ് അവയെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് EAD അല്ലെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം EAD എന്ന് പറഞ്ഞാൽ എൻകോഡഡ് ആർക്കൈവൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. അപ്പം EAD ഡെവലപ്പ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആർക്കൈവൽ കമ്മ്യൂണിറ്റിയാണ്. ആർക്കൈവൽ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരാണ് എന്താ സൊസൈറ്റി ഓഫ് അമേരിക്കൻ ആർക്കൈവിസ്റ്റ്, അതുപോലെ ലൈബ്രറി ഓഫ് കോൺഗ്രസ്, അവരൊക്കെയാണ് കൂടുതലായിട്ടും ഇത് EAD ഡെവലപ്പ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതിനിയും വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഇൻഡെക്സിങ് സിസ്റ്റം. എന്താണ് ഇൻഡെക്സ്? അതായത് നമ്മളിപ്പം ഒരു ബുക്ക് എടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുക്കിനകത്ത് സ്പെസിഫൈഡ് കണ്ടന്റ് നമുക്ക് അറിയണം. ലാസ്റ്റ് ഇൻഡെക്സ് നോക്കും അല്ലെ. ഇൻഡെക്സിനകത്ത് ഒരു വേർഡ്സ് എഴുതും, വേർഡ് എഴുതിയിട്ട് അതിനകത്ത് ഇത്രാമത്തെ പേജ് നമ്പറും കൂടെ കൊടുക്കുക. ആ പേജ് നമ്പറിലേക്ക് ഡയറക്റ്റ് ചെയ്യണം നമുക്ക് എന്താണ് ആ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടേമിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ, നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിന് ഇൻഡെക്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സിസ്റ്റംസ് ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് 8ാമത്തെ ചാപ്റ്റർ. അടുത്ത 8ാമത്തെ സെക്ഷൻ, 5ാമത്തെ ചാപ്റ്ററിനകത്ത് 8ാമത്തെ സെക്ഷൻ. അടുത്ത 9ാമത്തെ സെക്ഷൻ അബ്സ്ട്രാക്റ്റിംഗ് ആണ്. അബ്സ്ട്രാക്റ്റിന്റെ ഡിഫറെന്റ് ടൈപ്പും അതിന്റെ ഗൈഡ് ലൈൻസും ഒക്കെ പറയുന്നതാണ്. അപ്പൊ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഇപ്പൊ ഒരു റിസർച്ച് പേപ്പർ എഴുതുവാണെങ്കിൽ ഇതിന് റിസർച്ച് പേപ്പറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതുമ്പം അത് എന്താണ് അതിന്റെ ഫൈൻഡിങ്സ്, അല്ലെങ്കിൽ ഏത് മെത്തേഡിലാണ് നമ്മൾ അതിനകത്ത് ഡേറ്റ കളക്ട് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ എയിംസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചുരുക്കി ഒരു 250 വേർഡ്സ് നമ്മൾ ആദ്യം എഴുതും. അതാണ് അതിന്റെ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ അബ്സ്ട്രാക്ട് വായിച്ചാൽ തന്നെ എന്താണ് അതിന്റെ കണ്ടന്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള അബ്സ്ട്രാക്ടിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അതിന് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ പറയുന്ന 9ാമത്തെ സെക്ഷൻ, 5ാമത്തെ ചാപ്റ്ററിനകത്ത്. അടുത്ത 10ാമത്തെ ഇൻഫർമേഷൻ റിട്രീവൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്, കമ്പോണൻസ്, അതിന്റെ മോഡൽസ് ഒക്കെ പറയുന്നതാണ്. അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് ഒരു സിലബസ് എക്സ്പ്ലനേഷൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. ഇതിനകത്ത് കണ്ടന്റിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് എന്താണ് സിലബസ് എന്ന് പരിചയപ്പെടുത്താൻ മാത്രമായിരുന്നു. അതിന്റെ 2ാമത്തെ വീഡിയോ ആണ്. വീഡിയോ ഇവിടെ ചാപ്റ്റർ 5ന്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും, ഇതിനകത്ത് ഓരോന്നും ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് വീഡിയോസ് ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയുമാണ് ചാപ്റ്റർ 5ന്റെ 2ാമത്തെ സെക്ഷൻ, ചാപ്റ്റർ 5ന്റെ. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ബാക്കി വരുന്ന പോർഷൻസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് ഓരോ പോർഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ തന്നെ FRBR ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് നിന്ന് ഉള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും അതിന്റെ ലിങ്ക് നമ്മൾ താഴെ ഷെയർ ചെയ്യുന്നതായിരിക്കും.